Good morning, all. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹോംവർക്ക് നിങ്ങൾ ചെയ്തായിരുന്നോ? ആക്ന ചെയ്തായിരുന്നോ? കെ മാപ്പ് വരച്ചായിരുന്നോ? ആക്ന ആക്ന പി കേൾക്കുന്നുണ്ടോ? ആക്ന ആക്ന പ്രസിഡന്റ് അല്ലേ? ടൈഫൽ വരച്ചായിരുന്നു. ടൈഫൽ തോമസ് Yes, ma'am. Yes, sir. വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഷെയർ ചെയ്തേന്ന്. Sir, share ക്യാമറ പറഞ്ഞാ വേണ്ട, മതിയോ? ക്യാമറ ഓൺ ആക്കിയിട്ട് നിന്റെ നോട്ടിലേക്ക് കാണിച്ചാൽ മതി. എന്നിട്ടത് ക്യാമറ കാണുമല്ലോ. അത് തിരിയോന്നല്ല, ഞാൻ കുറെ നേരം വെട്ടിയിട്ട് നോക്കിയായിരുന്നു. അത് സാരമില്ല. സാർ, ഞാൻ പറഞ്ഞു തന്നാ മതിയോ? കാണിച്ചതാ. ക്യാമറ ഓൺ ആക്കിയിട്ട് അത് നോട്ട് കാണിച്ചു തന്നാൽ മതി. വേഗം. ടൈം കളയില്ല, നമുക്ക് ബാക്കി പോർഷൻ എടുക്കണ്ടേ. സാർ, ക്യാമറ എന്തോ ഓൺ ആവുന്നില്ല. ക്യാമറ ഓൺ ആവും, നോട്ട് കാണിക്കും, നോട്ട് ഷെയർ ചെയ്യും. പെട്ടെന്ന് സാർ, വേഗം. പിന്നെ ബാക്കി കണ്ടിന്യൂഷൻ വേണം, നമുക്ക് ബാക്കി പോർഷൻ എടുക്കണ്ടേ. പെട്ടെന്നായിക്കോട്ടെ. ഞാൻ എന്റെ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യാം. വേഗം. ടൈം വേസ്റ്റ് ആക്കല്ല, വേഗം. ബാക്കി പോർഷൻ എടുക്കാനുള്ളതാണ്. നോട്ട് കാണിച്ചാൽ മതി. നോട്ടിൽ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ട് നോട്ട് കാണിച്ചാൽ മതി. ഓക്കെ, കുറച്ച് അടുത്തത്. അപ്പൊ എന്തൊക്കെ ആൻസറാ കിട്ടിയിരിക്കുന്നത്? J1 Q0, ആ, K1 J1 Q0, K1 Q0, പിന്നെ K1 Q0. കറക്റ്റ് ആണോ ആൻസർ? അറിയില്ല. ഓക്കെ, നല്ല കുട്ടി, ചെയ്തല്ലോ ഏതായാലും. ആ, ഇതാണോ കിട്ടിയിരിക്കുന്നത്? J1 is equal to Q0, K1 is equal to Q0, J0 is equal to 1, K0 is equal to 1. ഇതാണോ കിട്ടിയത് എല്ലാവർക്കും? എല്ലാവർക്കും ഇത് തന്നെയാണോ കിട്ടിയത്? ആർക്കും മാറിയുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. എല്ലാവർക്കും ഇത് തന്നെയാണോ കിട്ടിയത്? കെ മാപ്പ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഇത് തന്നെയാണോ കിട്ടിയത്? ശ്രീരാജ്, ഞങ്ങൾക്ക് ഏത് ആൻസർ കിട്ടിയത്? ശ്രീരാജ്,
ഞാൻ പറയുന്നത് ഓടി കിട്ടിയായിരുന്നു അല്ലേ? ഓക്കെ, ശരി, നമുക്കതിനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രൊസീജിയർ എന്തൊക്കെയായിരുന്നു നമ്മൾ ചെയ്തത്? ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ടൈപ്പ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അതും നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ റൈറ്റ് ദ എക്സൈറ്റേഷൻ ടേബിൾ ഫോർ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് അതും ചെയ്തു. ദെൻ ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഡയഗ്രാം അതും ചെയ്തു. മേക്ക് ദ എക്സൈറ്റേഷൻ ടേബിൾ ഫോർ ദ കൗണ്ടർ അതും നമ്മൾ ചെയ്തു അല്ലെ? ഫ്രം ദാറ്റ് എക്സൈറ്റേഷൻ ടേബിൾ നമ്മളൊരു കെ മാപ്പ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് വാല്യൂസിന്റെ ബൂളിയൻ എക്സ്പ്രഷൻസും കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇനി നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് നെക്സ്റ്റ് വി നീഡ് ടു ഡിസൈൻ ദ കെ മാപ്പ്. സോറി, കെ മാപ്പ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അല്ലെ? സോ നെക്സ്റ്റ് വി നീഡ് ടു ഡ്രോ ദ ലോജിക് ഡയഗ്രാം കറസ്പോണ്ടിങ് ടു ദാറ്റ് സിങ്ക്രണസ് കൗണ്ടർ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ അതിന്റെ ലോജിക് ഡയഗ്രാം ആണ് ഇനി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ excitation table, we are using JK flip-flop. Okay, two JK flip-flops are used for designing the 2-bit synchronous counter. So, നമ്മൾ അതിന്റെ excitation table JK flip-flop കണ്ടുപിടിച്ചു. So, then our state diagram, 2-bit counter and state diagram കണ്ടുപിടിച്ചു. Then, from that state diagram, we have find the excitation table corresponding to the counter. Okay, so from this excitation table, നമ്മൾ എന്ത് ചെയ്തു? Boolean expressions, find the Boolean expression corresponding to J1, K1, J0, K0. Okay, next we need to design the circuit. Okay, ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ കൗണ്ടർ ഡിസൈൻ ചെയ്യണം. Okay, we need to design the counter circuit. Okay, so as I said that we are using two flip-flop. Okay, so this is the 2 JK flip-flop we are using. Okay, ഇതാണ് നമ്മുടെ രണ്ട് JK flip-flop. Okay, so this is the first flip-flop and this is the second flip-flop. So this is J0, K0 and Q0, Q0 bar for the first flip-flop. And this will be the J0 input, J1 input and K1 input and Q1 and Q1 bar. Okay, അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അതിന്റെ കണക്ഷൻ കൊടുക്കണം. Okay, based on the value that we have received from this Boolean expression, you need to connect these two flip-flops, these two flip-flops. ഈ രണ്ട് flip-flop നിങ്ങൾ കണക്ട് ചെയ്യണം. As I said that it is a synchronous counter. So, synchronous counterന്റെ പ്രത്യേകത എന്തായിരുന്നു? There is only one clock for all the flip-flops. അല്ലേ? Same clock തന്നെ we will use for both the flip-flops. Okay, same clock തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് flip-flopനും യൂസ് ചെയ്യുന്നത്. Okay, we can apply the same clock here for both flip-flop. Okay, same clock തന്നെയാണ്. ഇങ്ങനെ കണക്ട് ചെയ്യാം. So this is the clock. Okay, just connect ചെയ്തു. Then next. Next clock. Okay, same clock തന്നെയാണ് നമ്മൾ രണ്ടിലും കൊടുത്തിരിക്കുന്നത്. Okay, ഇത് CLK clock because it is a synchronous counter. Okay, same clock നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു. Same clock. Okay, okay, clock. Then what? Next connection എങ്ങനെയാണ് പറയുന്നത്? J1 is equal to Q0 ആണ്. Okay, this is the J1 input. That J1 is input എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് Boolean expression solve ചെയ്തപ്പോൾ കിട്ടിയത്. It is equal to Q0. That means you need to connect these two lines. Okay, J1 is equal to Q0. So this is the first connection. J1 is equal to J1 is equal to Q0. Okay, so first connection ആയി. The next പറയുന്നത് എന്താണ്? K1 is also equal to what? Q0. Okay, K1 is also, it is equal to Q0 തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതും കണക്ട് ചെയ്യുക. ഓക്കെ, അതും കണക്ട് ചെയ്യുക.
ഇങ്ങനെ കണക്ട് ചെയ്തു. ഓക്കെ, സോ J1 ആൻഡ് K1 ന്റെ കണക്ഷൻ ആയി. Then നെക്സ്റ്റ് പറയുന്നത് എന്താണ്? J0 is equal to 1. So you need to connect a 1 here. J0 is equal to 1. So ഒരു ലോജിക് 1 ഇവിടെ കണക്ട് ചെയ്യാം. Then next is K0 is also equal to 1. Okay, J0 and K0 both are equal to 1. Okay. So you can connect like this. J0 and K0 both are equal to 1. Okay, then here you will get the Q1 output. Okay, here you will get the Q1. So this is the 2-bit synchronous up counter. ഇതാണ് നമ്മുടെ 2-bit synchronous up counter. അതിന്റെ കംപ്ലീറ്റ് ഡയഗ്രാം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. That means ഈ ഡയഗ്രാം. Okay, means from this K map നമ്മൾ എന്ത് ചെയ്തു? ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തെടുത്തു. ക്ലോക്ക് കോമൺ ആണ് ബിക്കോസ് ഇറ്റ് ഈസ് എ സിങ്ക്രണസ് കൗണ്ടർ. സോ ക്ലോക്ക് കോമൺ ആയിട്ട് രണ്ടിലും അപ്ലൈ ചെയ്തു. ദെൻ ഫ്രം ദീസ് ബൂളിയൻ എക്സ്പ്രഷൻസ് അല്ലെ, J1 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ കണ്ടിരിക്കുന്നത്? Q0 ആണ്. സോ J1 connected to this Q0. J1 is connected to this Q0. Then K1 is equal to, here it is Q0. K1 is also, it is Q0. It is also connected like this. Okay. Then here J0 എന്ന് പറയുന്നതും J0 and K0 both are 1. So we have connected both to a logic 1. Okay. So this is the Q1 output and this is the Q0 output for the next state. Okay. So this is the corresponding synchronous 2-bit synchronous up counter. Okay. So this is how we will design a 2-bit synchronous up counter. Okay. ഇതാണ് 2-bit synchronous up counter ഡിസൈൻ ചെയ്യാനുള്ള പ്രൊസീജിയർ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? We need to find the number of flip-flops, how many flip-flops we have to use. So that is the first step. Then you need to find which type of flip-flop you have to use. Okay, then next you have to find the excitation table corresponding to that flip-flop. From then you need to draw the state diagram corresponding to that. Then from the state diagram you can find the excitation table corresponding to the circuit. Then from this excitation table you need to find all these input values. Okay, ഓരോ ഇൻപുട്ട് വാല്യൂസിനും ഫൈൻഡ് ചെയ്യണം. ഫോർ ദാറ്റ് യു ക്യാൻ യൂസ് K-map simplification. അപ്പോൾ അതിൽ നമുക്ക് ഓരോ ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടും. Then based on the value of this boolean expression you can draw the logic circuit. Okay, you can draw the logic circuit. So this is how we will design the 2-bit synchronous up counter. Okay, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഹോംവർക്ക് തരാണ്. You need to design 3-bit and 4-bit synchronous up counter. Okay, that is a homework. Design ചെയ്യണം. Okay, 3-bit and 4-bit up counter. എഴുതി വെച്ചോളൂ. 3-bit synchronous up counter and 3-bit synchronous up counter and 4-bit synchronous up counter. That is a homework. Okay, so you need to design 3-bit and 4-bit synchronous up counter. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്, that you have to find that. Then find the number of flip flop. Here 3-bit synchronous counter you need to use 3 flip flop. Okay, and in case of 4-bit synchronous up counter you need to use 4 flip flop. Okay, so number of flip flops നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് യൂസ് ചെയ്യുക, you can use J, K or T, whatever it is, you can use it. Okay, then you need to draw the excitation table corresponding to that. Then from the excitation table you need to next you need to draw the state diagram corresponding to 3-bit and 4-bit up counter. Then from that state diagram you have to find the excitation table for the up counter. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇൻപുട്ടുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്യണം. For that you can use K-map simplification method. അപ്പോൾ അതെല്ലാം കറണ്ട് സ്റ്റേറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. Okay, K-map simplification. Then അവിടെ നിങ്ങൾക്ക് ബൂളിയൻ എക്സ്പ്രഷൻ കിട്ടും. ആ ബൂളിയൻ എക്സ്പ്രഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട് അപ്പ് കൗണ്ടർ. അപ്പോൾ 3-ബിറ്റും 4-ബിറ്റും ഹോംവർക്കാണ് ചെയ്തുകൊള്ളണം.
Okay. So that is synchronous counter. നമ്മൾ നേരത്തെ 2 bit പറഞ്ഞതാണ്. That means step 1 നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് കണ്ടുപിടിച്ചു. Then JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്, അതിന്റെ എക്സൈറ്റേഷൻ ടേബിൾ കണ്ടുപിടിച്ചു. Then സ്റ്റേറ്റ് ഡയഗ്രാം ഫൈൻഡ് ചെയ്തു. Then excitation table for the counter നമ്മൾ കണ്ടുപിടിച്ചു. Then Boolean expression find ചെയ്തു. Finally we have drawn the entire 2-bit synchronous subcounter. Okay, so that's all about the synchronous subcounter. Next we can discuss another upcounter, that is synchronous BCD upcounter. Okay, that is the next topic, synchronous BCD upcounter. Okay, what is BCD counter? Anybody? What is BCD number? ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്താണ് BCD number? What is a BCD number? Anybody? What is a BCD number? എന്താണ് ഒരു BCD number എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Anybody? What is a BCD number? BCD number. BCD number എന്താണ്? പേര് വിളിക്കണോ? ബൈനറി കോഡഡ് ഡെസിമൽ. ഓക്കെ, ബൈനറി കോഡഡ് ഡെസിമൽ. അതിന്റെ പ്രത്യേകത എന്താണ്? How many bits are there in a BCD number for a single digit? ഒരു ഡിജിറ്റിനെ represent ചെയ്യാൻ how many bits we have to use in BCD number? Okay, 4 bits use ചെയ്യാം. 4 bit use ചെയ്യാം. So for design a BCD up counter, then എത്ര നമ്മൾ bit use ചെയ്യേണ്ടി വരും? Same, we need to design a 4 bit up counter. Okay, so we need to design a 4 bit up counter. BCD counter no this up counter. Okay, but 0 to 9 വരെ കൗണ്ട് ചെയ്യണം. അതല്ലേ അതിന്റെ പ്രത്യേകത. 0 to 100 അതുവരെയല്ലേ നമുക്ക് BCD കൗണ്ടർ ഓർമ്മയില്ലേ? 0 0 0 0 0 1 ഇതുവരെയാണ് നമുക്ക് BCD കൗണ്ടർ കൗണ്ട് വരുന്നത്. Okay, so here 4 bits are there. So in this BCD counter design we need to use 4. Okay, അപ്പോൾ നമ്മുടെ BCD counter ഡിസൈനിൽ നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യണം. കാരണം എന്താണ് ഇവിടെ 4 ബിറ്റ് യൂസ് ചെയ്യുന്നത്. Okay, so for this BCD ഡിസൈൻ ചെയ്യാമെന്ന BCD നമ്മൾ T ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യാം. നമ്മൾ വേണം. നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്ര വേണം? ഒരാൾ പറഞ്ഞു, നമുക്ക് ഒരാൾ പറഞ്ഞിട്ട് അങ്ങനെ പോവാം അല്ലേ? സോ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്ര വേണം? ഇഷ, എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം നമുക്ക്? പറഞ്ഞേ. ഇഷ സുധീർ. ഫോർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, 4 ഫ്ലിപ്പ് ഫ്ലോപ്പ്. then അടുത്ത സ്റ്റെപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഹിയർ വി ഹാവ് ടു യൂസ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. നമുക്ക് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു? ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രത്യേകത, it is a toggle flip flop. That means if you change the state from 0 to 1, അപ്പോൾ അതിന്റെ ഇൻപുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ഓർ 1 to 0, അതിന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഓർമ്മയില്ല നിങ്ങൾക്ക്? എക്സൈറ്റേഷൻ ടേബിൾ ഓർമ്മയുണ്ടോ? ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ എക്സൈറ്റേഷൻ ടേബിൾ എന്താണ് പറഞ്ഞേ? So this is the excitation table corresponding to this T flip flop. നമ്മൾ പഠിച്ചാണ്, ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
excitation table corresponding to T flip-flop. If your current state is 0 and the next state is 0, then T input will be 0. And if the current state is 0 and the next state is 1, then T input എന്തായിരിക്കും 1 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ if current state is 1, next state 0 ആണെങ്കിൽ T input എന്തായിരിക്കും 1 ആയിരിക്കും. കറണ്ട് സ്റ്റേറ്റും 1, നെക്സ്റ്റ് സ്റ്റേറ്റും 1 ആണെങ്കിൽ T ഇൻപുട്ട് 0 ആയിരിക്കും. സോ ദിസ് ഈസ് എക്സൈറ്റേഷൻ ടേബിൾ. നമ്മൾ T ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിക്കുമ്പോൾ പറഞ്ഞാൽ അപ്പൊ നമ്മൾ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് 4 ആണ് യൂസ് ചെയ്യുന്നത്. ഹിയർ വി ആർ യൂസിംഗ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ആയി എന്താണ് എക്സൈറ്റേഷൻ ടേബിൾ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സൈറ്റേഷൻ ടേബിൾ കറസ്പോണ്ടിങ് ടു ദിസ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി ഏതാ സ്റ്റെപ്പ് വേണ്ടത് ആഫ്റ്റർ എക്സൈറ്റേഷൻ ടേബിൾ? അടുത്ത സ്റ്റെപ്പ് എന്താണ്? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം. കറക്റ്റ്, വി നീഡ് ടു ഡ്രോ ദ സ്റ്റേറ്റ് ഡയഗ്രാം. ഓക്കെ, സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കണം. എങ്ങനെയാണ് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക? ഇനീഷ്യലി ഇറ്റ് ഈസ് എ BCD കൗണ്ടർ, സോ ദ കൗണ്ട് സ്റ്റാർട്ട് ഫ്രം 0 0 0 0. അല്ലേ? ദ കൗണ്ട് വിൽ സ്റ്റാർട്ട് ഫ്രം 0 0 0 0. Okay, then it will be 0 0 0 1, then 0 0 1 0, then 0 0 1 1, then 0 1 ഇതല്ലേ നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രാം അല്ലെ, സീക്വൻസ്, കൗണ്ടിങ് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. 0 0ൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റ് 0 0 0 1, then next state 0 0 1 0, then 0 0 1 1, then 0 1 0 0, 0 1 0 1, 0 1 1 0, 0 1 1 1, 1 0 0, 1 0 0 1. അത് കഴിഞ്ഞ് again it has to go to 0 0 0. ഓക്കെ, സോ ആ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ് ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. സോ ദിസ് ഈസ് ദ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് ഡയഗ്രാം. ഓക്കെ, ഇതാണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഡയഗ്രാം. ഇനിഷ്യലി 0 0 0 0, then from that 0 0 0 1, then 0 0 1 0, then 0 0 1 1, 0 1 0 0, 0 1 0 1, then 0 1 1 0, then 0 1 1 1, then 1 0 0 0, then 1 0 0 1. Okay, from this 1 0 0 1 it has to go to 0 0 0. Okay, so that is the state diagram corresponding to this T flip flop state diagram I. Then what is the next step? So നമ്മുടെ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കണ്ടുപിടിച്ചു, T ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു, എക്സൈറ്റേഷൻ ടേബിൾ വരച്ചു, സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചു. Then what is the next step? For design a synchronous counter. Anybody? What is the next step? അടുത്ത സ്റ്റെപ്പ് എന്താണ്? What is the next step? റെസ്പോണ്ട് ചെയ്യും. സിങ്ക്രണസ് കൗണ്ടറിന്റെ ഡിസൈനിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആരുമില്ലേ? പ്രസന്റ് അല്ലേ? അതുൽ സെബാസ്റ്റ്യൻ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഓക്കെ, excitation table of counter. We need to find the excitation table for the counter. Okay, table counter and excitation table കണ്ടുപിടിക്കണം അല്ലെ, കൗണ്ടറിന്റെ സ്റ്റേറ്റ് ചേഞ്ച് നമ്മൾ ഇനി കണ്ടുപിടിക്കണം. So that is the next step. Okay, we need to find the excitation table for the counter. Okay, so we had to find the excitation table. So for that first column will be represented the previous state അല്ലെങ്കിൽ നമുക്ക് present state എന്ന് പറയാം, അല്ലെങ്കിൽ current state. അത് ചില ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെന്റ് ആണ് ഉണ്ടാവുക, അത് ഏതായാലും കുഴപ്പമില്ല. ഓക്കെ, either previous state, current state or present state, whatever it is. Then next column it is next state. Okay, ഒരു സ്റ്റേറ്റ് ചെയ്യുമ്പോൾ next state. Then next column we need to specify the different
input, T flip-flop in the input അവിടെ specify ചെയ്യാം. Okay, so initially the present state is, here you can see, it is what? 0, 0, 0, 0. അല്ലേ? 0, 0, 0, 0 അല്ലേ? So what will be the next state? 0, 0, 0 ൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് ഡയഗ്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് what? 0, 0, 0, 1. Okay, that is the next state. So from the 0, 0, 0, 1 ൽ നിന്ന് അടുത്ത സ്റ്റേറ്റ് ഏതാണ്? നെക്സ്റ്റ് സ്റ്റേറ്റ് വരുന്നത് ഏതാ? From the state diagram you can see it is 0, 0, 1, 0. Then from 0, 0, 1, 0 അടുത്ത സ്റ്റേറ്റ് ഏതാണ്? It is 0, 0, 1, 1. Okay, from 0, 0, 1, 1, what is the next state? It is 0, 1, 0, 0. Then next state ഏതാണ്? 0, 1, 0, 0 ൽ നിന്ന് it will be 0, 1, 0, 1. Okay, then from 0, 1, 0, 1, 0, 1, 0, 1, it will be 0, 1, 1, 0. Okay, 0, 1, 1, 0. Then 0, 1, 1, 0 ൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് വരുന്നത് it will be 0, 1, 1, 1. Then next is from 0, 1, 1, 1, it will goes to 1, 0, 0, 0. Then from 1, 0, 0, 0, next it will goes to 1, 0, 0, 1. From 1, 0, 0, 1, it will goes to 0, 0, 0, 0. Okay, so this is the next state. Okay, for the നമ്മുടെ counter and the next state ആണ്. Then next you need to find the T inputs. Okay, first we can find what? T4. Okay, T4. So for T4, the present state is 0 and the next state is also 0. Then what will be the value? 0, 0. T input is 0. അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 0 എന്ന് വരക്കാം. Then what is the next state ഏതാണ്? 0, 0. Okay, ഇത് കംപ്ലീറ്റ് 0, 0 ആണ് വരുന്നത് അല്ലേ? അപ് ടു ദിസ് വരെ 0, 0 ആണ്. സോ യു ക്യാൻ ഡ്രോ 0, 0, 0, 0, 0, 0. ഇതുവരെയും 0 ആണ് അല്ലേ? 1, 2, 3, 4, 5, 6, 7. 2, 3, 4, 5, 7. Okay. Then here it will എന്താണ് 0 ൽ നിന്ന് T എന്താണ് ചേഞ്ച് ആവുന്നത്? 1 ലേക്കാണ് ചേഞ്ച് വരുന്നത് അല്ലേ? It is 0 to 1. That means 0 to 1 ആവുമ്പോൾ എന്താണ് Tയുടെ എക്സൈറ്റേഷൻ ടേബിൾ? 0 to 1. So it is T value is 1. T input എന്ന് പറയുന്നത് 1 ആയിരിക്കും ഇവിടെ വരിക. Okay. The next it is 1 to 1. Okay. 1 to 1 means excitation table 1. Current state is 1. Next state is again 1. That means excitation table നമുക്ക് മനസ്സിലാക്കാം it is 0. T input is 0. Then 1 to 0, it is 1. Okay, so this is the T input corresponding to T4. Okay, flip-flop 4 ന്റെ T input ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. Similarly, same procedure use ചെയ്തിട്ട് you can draw the T3, T2 and T1. Okay, so for T2, T3, this is 0 and here it is also 0. So it is 0. 0, 0 വരുമ്പോൾ 0 ആയിരിക്കും. Then next എന്താണ്? 0, 0. So it is also 0. The next also 0. Okay. But next എന്താണ് വരുന്നത്? It is 0 to 1. 0 to 1 means it is 1. Okay. Then 1 to next വരുന്നത് എന്താണ്? 1 to 1. So it is 0. Okay, then next എന്താണ് വരുന്നത്? Next also 1 to 1. So it is 0. Okay, next 1 to 1 തന്നെയാണ് വരുന്നത്. It is 0. Okay, അടുത്തതോ? Next പക്ഷേ ചേഞ്ച് വരുന്നുണ്ട്. So 1. Okay, then next 2 ചേഞ്ച് ഒന്നുമില്ല. So you can draw 0, 0. എങ്ങനെയാണ് ഇത് വരച്ചതെന്ന് മനസ്സിലായില്ലേ? അതായത് T3യുടെ പ്രസന്റ് സ്റ്റേറ്റ് നോക്കുക ഓർ പ്രീവിയസ് സ്റ്റേറ്റ് നോക്കുക, Q3യുടെ നെക്സ്റ്റ് സ്റ്റേറ്റ് നോക്കുക. If
if both are equal, then you can put 0 here. If there is a change, then you can put the 1 here. Okay. Similarly, we can draw T2. Okay, same procedure use ചെയ്തിട്ട് നിങ്ങൾക്ക് T2 വരയ്ക്കാൻ പറ്റും. So here 0, 0 means 0. Here there is a change, so 1. Here both are equal, 0. ഇവിടെ change ഉണ്ട് 1. So next 0, 1. Next 0. Next 1. Next രണ്ടിലും ചേഞ്ച് ഒന്നും ഇല്ല അല്ലേ? അപ്പോൾ 0, 0. ഓക്കെ 0, 0. Then next Q1 നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം ചേഞ്ച് ആണ് അല്ലേ? Q1 here it is 0, here it is 1, here it is 1, here it is 0, it is 0, here it is 1. Okay, all the state ചേഞ്ച് ആവുന്നുണ്ട് അല്ലേ? Q1 ഇവിടെ 0 ആവും അല്ലെ? ഇവിടെ 0 ആവുമ്പോൾ ഇവിടെ 1 അല്ലെ? ഫസ്റ്റില് Q1 0 ആവുമ്പോൾ നെക്സ്റ്റ് ഇവിടെ Q1 1 ആവും. ഇവിടെ എന്താണ് Q1 1 ആവുമ്പോൾ ഇവിടെ 0 ആവും. Q1 1 ആവുമ്പോൾ Q1 0 ആവുമ്പോൾ ഇവിടെ 1. That means throughout the state changes നടക്കുന്നുണ്ട്. So we can put all 1, 1, 1, 1, 1, 1, 1, 1, 1, 1. Okay. So this is the excitation table corresponding to the counter, BCD counter and excitation table ആയി അല്ലേ? Up to 1, 0, 0, 1 വരെ നമുക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് എന്ത് വേണ്ട? പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 0യിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. So that is why we have designed this excitation table. Okay, excitation table കണ്ടുപിടിച്ച what is the next step? അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? What is the next step? Answer പറയൂ. K-map. Okay, K-map, correct. K-map. So here it is Q0, Q1, Q3, Q2, sorry, Q4, Q3, Q2, Q1. Here 4 variables are there. Like Q4, Q3, Q2, and Q1. 4 variables are there. So we had to use 4 variable K-map. Okay, so we had to use 4 variable K-map. നമ്മളൊരു 4 variable K-map യൂസ് ചെയ്യണം. Okay, so 4 variable K-map. First you need to find the Boolean expression corresponding to T4. So you need to find the Boolean expression corresponding to T4. For that, this Q4, Q3, Q2, Q1. So ഈ വാല്യൂ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യണം. Okay, that is 0, 0, 0, 0. അങ്ങനെയാകുമ്പോൾ T4 എന്താണ്? It is 0, 0 ആണ് അല്ലേ? So 0 നിങ്ങൾ ഫില്ല് കുഴപ്പമില്ല. Okay, then 0, 0, 0, 1. 0, 0, 0, 1 ആകുമ്പോഴോ that is also 0. Okay, next is 0, 0, 1, 0. 1, 0 വരുമ്പോഴോ 0, 0, 1, 0 വരുമ്പോഴും എന്താണ് വരുന്നത്? 0 തന്നെയാണ്. സോ അത് ഫില്ല് ചെയ്തില്ല. 0 നിങ്ങൾ ഫില്ല് ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. Okay, then next എന്താണ് വരുന്നത്? 0, 0, 1, 1. Yes, 0, 0, 1, 1 എന്താണ്? 0, 0, 1, 1. അതും എന്ത് തന്നെയാണ്? 0 ആണ്. അതും ഫില്ല് ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. ഓക്കെ, ദെൻ 0, 1, 0, 0. 0, 1, 0, 0. 0, 1, 0, 0, 0 തന്നെയാണ് വരുന്നത് അല്ലേ? ഇവിടെ എപ്പോഴേ 1 വരുന്നുള്ളൂ? എപ്പോഴാണ് വരുന്നുള്ളൂ? ഈ രണ്ട് സിറ്റുവേഷനിലെ 1 വരുന്നുള്ളൂ അല്ലേ? അതായത് ദാറ്റ് മീൻ 0, 1, 1, 1ല് 1 വരുന്നുണ്ട് അല്ലേ? 0, 1, 1, 1. ദാറ്റ് മീൻസ് 1 വരുന്നുണ്ട്. 0, 1, 1, 1. ഇവിടെ ഒരു 1 വരുന്നുണ്ട് അല്ലേ? 0, 1, 1, 1. പിന്നെ ഇവിടെയാണ് വരുന്നത് 1, 0, 0, 1. 1, 0, 0, 1. 1, 0, 0. ഇവിടെയും 1 വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ രണ്ടും 1 വരുന്നു. ദെൻ ഇതിപ്പോ അപ് ടു 9 വരെയല്ലേ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ളത്? ഓക്കെ, 9 വരെയാണ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ളത്. 9 വരെയാണ് കൗണ്ട് ചെയ്തത്. ദ റിമൈനിങ് നമ്പേഴ്സ് ഇല്ലേ? റിമൈനിങ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10, 11, 12, 13, 14 നമ്പേഴ്സുകളൊക്കെ ഇല്ലേ? ഇത് 4-bit കൗണ്ടർ അല്ലേ? അപ്പൊ ആ റിമൈനിങ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക ഡോണ്ട് കെയർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഡോണ്ട് കെയർ.
അതായത് ഈ റിമൈനിങ് നെക്സ്റ്റ് നമ്പേഴ്സുകളൊക്കെ വരുന്നത് ഇവിടെയല്ല, നെക്സ്റ്റ് നമ്മുടെ നമ്പേഴ്സുകളൊക്കെ വരുന്നുണ്ടാവില്ല. ദാറ്റ് മീൻസ് നെക്സ്റ്റ് നമ്പർ ഏതൊക്കെയാ വരുന്നത്? ഇവിടെ വരുന്നത് 1 0 0 സോറി 1 0 1 0 1 0 വരുന്നില്ലേ? ഓക്കെ, 1 0 1 0 1 0 വരുന്നുണ്ട്. അത് ഡോൺ കെയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി മുതൽ വരുന്ന അതിനുശേഷം വരുന്ന നമ്പേഴ്സുകൾ മുഴുവൻ നിങ്ങൾ ഡോൺ കെയർസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. 1 0 1 0 1 0 1 1 ദാറ്റ് ഈസ് ഓൾസോ റെപ്രസെന്റഡ് ആസ് ഡോൺ കെയർ. ഓക്കെ, ഡോൺ കെയർ. അതുപോലെ അപ് ടു ആ 4 ബീറ്റ് 1 1 1 1 വരുന്നവരെ കംപ്ലീറ്റ് എന്താക്കുക നിങ്ങൾ ഡോൺ കെയർ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടേബിളിൽ എന്ത് കൂടെ വരും? റിമൈനിങ് പോർഷൻസ് ഇല്ലേ, ഈ ഒരു പോർഷൻസ് കംപ്ലീറ്റ് എന്താവും? ഡോൺ കെയർ വെച്ചിട്ട് ഫില്ലാവും അല്ലേ? ഡോൺ കെയർ വെച്ചിട്ട് ഈ പോർഷനും ഈ പോർഷനും ഈ പോർഷനും ഈ പോർഷനും അതേപോലെ തന്നെ ഈ പോർഷനും ഈ പോർഷനും ഡോൺ കെയർ വെച്ചിട്ട് ഫില്ലാവും. ദാറ്റ് മീൻസ് 0 1 1 0 1 0 ഡോൺ കെയർ വെച്ചിട്ട് ഫില്ലാവണം. ഓക്കെ, 1 0 1 0 ഡോൺ കെയർ വെച്ചിട്ട് ഫില്ലാവും. 1 0 1 1 ഡോൺ കെയർ വെച്ചിട്ട് ഫില്ലാവും. 1 0 സോറി പിന്നെ 1 0 1 1 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്പർ അല്ലേ 1 1 0 0 ഡോൺ കെയർ വെച്ചിട്ട് ഫില്ലാവും. അതേപോലെ അപ് ടു 1 1 1 വരെയുള്ള നമ്പേഴ്സും ഡോൺ കെയർ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കെ മാപ്പ് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തൂടെ? ഈ ഒരു രീതിയിൽ ഇതൊരു ഗ്രൂപ്പ് ചെയ്യാം അല്ലെ? അതേപോലെ ഇവിടെയും ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് T4ന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, സിമിലർലി യു നീഡ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് വാട്ട് T3 T2 ആൻഡ് T1. ഓക്കെ, അപ്പൊ T4ന്റെയും T3യുടെയും T2ന്റെയും T1ന്റെയും വാല്യൂസുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിൾ ആണ്. ഇതേ സ്ട്രേറ്റ് വെച്ചിട്ട് T4 ആദ്യം ഇവിടെ അപ് ടു 9 വരെയുള്ള വാല്യൂസ് നിങ്ങൾ കെ മാപ്പ് ഫില്ല് ചെയ്യുക. ഇത് റിമൈനിങ് വാല്യൂസ് വരുന്നതൊക്കെ ഇല്ലേ, അതായത് റിമൈനിങ് കണ്ടീഷൻസ് വരുന്നില്ല 1 0 1 0 1 0 1 1 മുതൽ അപ് ടു 1 1 1 വരെ ആ ഒരു വാല്യൂസ് കംപ്ലീറ്റ് ഡോൺ കെയർ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അത് നിങ്ങളുടെ കെ മാപ്പിൽ ഡോൺ കെയർ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ T4ന്റെ ബൂളിയൻ എക്സ്പ്രഷൻസ് ഫൈൻഡ് ചെയ്യുക. സിമ്പിൾ കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് T4ന്റെ ബൂളിയൻ എക്സ്പ്രഷൻസ് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ഓരോന്നിന്റെയും ബൂളിയൻ എക്സ്പ്രഷൻസ് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? BCD കൗണ്ടർ ഡിസൈൻ ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്ക് ഈ കെ മാപ്പ് വെച്ചിട്ട് T4ൻ്റെതും T3യുടെയും T2ന്റെയും T1ന്റെയും ബൂളിയൻ എക്സ്പ്രഷൻസ് നിങ്ങൾ വരച്ചു വരണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ നമുക്കിപ്പോൾ അറ്റൻഡൻസ് എടുക്കാം. അപ്പൊ ഇത് വരച്ചു വരണേ. അഭിനന്ദ് Present. അഭിനവ് Present. അഭിരാം Present, sir. ആഗ്ന ആഗ്ന ആബ്സെന്റ് ആണോ? അഖില Present, sir. അചൽ Present, sir. ആകർഷ് Present, sir. ഗോകുൽ Present, sir. അക്ഷര Present, sir. ആൽബിൻ Present, sir. അൻഷിത Present, sir. അനുജിത് Present, sir. അനുരാഗ് Present, sir. അരുണിമ Present, sir. ആഷ്ബിൻ Present, sir. അശ്വന്ത് അനിൽകുമാർ Present, sir. അശ്വിൻ കെ Sir. അശ്വിൻ പവിത്രൻ Present, sir. അശ്വൽ എം കെ Present, sir. അശ്വൻ ഡി കെ Present, sir. അശ്വതി വി കെ
Present, sir. Atul Sebastian, Present, sir. Deepika, Present, sir. Devika, Present, sir. Fatima, Present, sir. Misbah, Present, sir. Sahala, Present, sir. Shibilia, Present, sir. Suhara, Present, sir. Gatha, Present, sir. Gobika, Present, sir. Isha, Present, sir. Kiran, Present, sir. Malavika, Present, sir. Nabil, Present, sir. Mohsina, Present, sir. Muhammad Muhsin, Present, sir. Fahad, Present, sir. Sadaf, Sahel, Present, sir. Nandana, Present, sir. Neha, Present, sir. Niharika, Present, sir. Nirmal, Present, sir. Nivedita, Present, sir. Nainika, Present, sir. Punya, Present, sir. Rajat, Present, sir. Sahila, Sare, Present, sir. Present. Sir, 49%. Shana Shireen, Present, sir. Shanil, Present, sir. Shonin Selvaraj, Present, sir. Siddharth Preman, Present, sir. Siddharth Sunil, Present, sir. Saurav, Present, sir. Sriraj, Present, sir. Taifel, Present, sir. Varshanath, Present, sir. Vignesh, Present, sir. Visruth, Present, sir. Pranav, Present, sir. Celia. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ അടുത്ത ക്ലാസ്സിലാകുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ആ കെ മാപ്പ് വരക്കണം. ഈ ഫോർവേഡ്, അതായത് T4, T3, T2, T1 കെ മാപ്പ് വരച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു.